നമസ്തേ. ഈ വരുന്ന 30-ാം തീയതി ഷഷ്ടിയാണ്. വ്രതം എടുക്കാൻ കഴിയുന്നവരെല്ലാം വ്രതം എടുത്തിട്ട് മുരുകഭഗവാന്റെ അനുഗ്രഹം വാങ്ങുക. അപ്പോൾ ഇന്ന് അതിമനോഹരമായ ഒരു കഥയാണ് പറയുന്നത്. ശരവണ പൊയ്കയിൽ അത്ഭുത ശിശു എന്നുള്ള മുരുകഭഗവാന്റെ ഒരു നല്ല കഥയാണ് പറയുന്നത്. ശൂരപത്മാസുരനെ അമർച്ച ചെയ്യാനും അവൻ്റെ അഹങ്കാരവും ശക്തിയും നശിപ്പിക്കാനുമായിയാണ് ശ്രീ മുരുകൻ അവതരിച്ചത്. അപ്പോൾ ശിവപാർവതി പരിണയം കഴിഞ്ഞിട്ട് കാലം കുറേ ആയി. ശ്രീ മുരുകൻ്റെ അവതാരം വൈകുകയാണ്. മഹാവിഷ്ണുവും ബ്രഹ്മാവും ദേവേന്ദ്രനുമെല്ലാം ക്ഷമ കെട്ടു പരിഭ്രാന്തരായി തീർന്നു. പരമശിവൻ കനിയാത്തതെന്തേന്ന് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. ദേവന്മാർക്കത് അറിയണം. ശ്രീ മുരുകന് മാത്രമേ ദേവന്മാരെ രക്ഷിക്കാൻ കഴിയൂ. അതിന് താമസം നേരിട്ടാൽ അസുരന്മാരുടെ ഉപദ്രവം സഹിക്കുകയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ദേവന്മാർ കൂടിയാലോചിച്ച് പരിഹാരം തേടി കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവിടെ ചെന്നപ്പോഴോ മഹാദേവൻ ധ്യാനത്തിലാണ്. ഓടിച്ചെന്ന് സങ്കടം ഉണർത്തിച്ചാൽ കോപിഷ്ഠനായെങ്കിലോ പറയാതെ മടങ്ങാനും അവർക്ക് കഴിയുന്നില്ല. എല്ലാവരും പർവ്വതനിരയിൽ താമസിച്ചു. എന്നിട്ട് നന്ദികേശ്വരനോട് മഹേശ്വര ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന വിവരം അറിയിക്കാൻ ദേവന്മാർ അപേക്ഷിച്ചു. ഈ ശൂരപത്മാവിൻ്റെ ഉപദ്രവം കൈലാസത്തിൽ ഇല്ല, അതുകൊണ്ടാകുമോ പരമശിവൻ പ്രശ്നം ഗൗരവമായിട്ട് എടുക്കാത്തത്? ദേവന്മാർ പരസ്പരം ഇങ്ങനെ പറയുക. എന്നിട്ട് അവർ മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് ദിവസങ്ങളോളം പർവ്വതനിരയിൽ ഇങ്ങനെ തമ്പടിച്ചു. അങ്ങനെ മഹാദേവൻ ഉണർന്നു. ദേവന്മാർക്ക് ദർശനം നൽകി. അസുരൻ്റെ ദ്രോഹം സഹിക്കാൻ വയ്യാതായിട്ടുണ്ട്. അവർ ഭഗവാനോട് സങ്കടം ഉണർത്തിച്ചു. അങ്ങനെ പരമശിവൻ ദേവന്മാരുടെ പ്രാർത്ഥന കൈക്കൊണ്ടു. എന്നിട്ട് പറഞ്ഞു, മുരുക അവതാര മുഹൂർത്തം സമാഗതമായിരിക്കുന്നു. മഹാദേവ ചൈതന്യം സർവത്ര പരന്നു. പഞ്ചമുഖനായി കാണപ്പെട്ട ശിവൻ കണ്ണഞ്ചിക്കുന്ന പ്രഭാവലയത്തിനുള്ളിൽ ശോഭിച്ചു. ജ്ഞാനദൃഷ്ടിയാൽ വിളങ്ങുന്ന മറ്റൊരു ദിവ്യമുഖം കൂടി അപ്പോൾ അവിടെ കാണപ്പെട്ടു. മഹാദേവന്റെ തൃക്കണ്ണുകളിൽ നിന്ന് പ്രവഹിക്കുന്ന അഗ്നിജ്വാലകൾ കണ്ട് സർവരും ഭയന്നു വിറച്ചു. ദേവന്മാർ ആശ്വാസത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേയോ അഗ്നിസ്ഫുലിംഗങ്ങൾക്ക് എങ്ങനെ ആശ്വാസം പകരാനാകും? ദേവന്മാരോടൊപ്പം പാർവതീ ദേവിയും അന്താളിച്ച് നിൽക്കുകയാണ്. പരമശിവന്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും ദേവിക്ക് ശക്തിയില്ല. അങ്ങനെ മെല്ലെ മെല്ലെ എല്ലാം ശാന്തമായി. പരമശിവന്റെ മുഖം തെളിഞ്ഞു. അഗ്നിജ്വാലകൾക്ക് തീഷ്ണത കുറഞ്ഞു. തേജോമുഖങ്ങൾ 6 ഒന്നിച്ചു ചേർന്നു. ഏകമുഖനായി കൈലാസനാഥൻ സർവർക്കും ദർശനമരുളി. രൗദ്രഭാവം പുഞ്ചിരിയായിട്ട് മാറി. മഹാദേവനിൽ നിന്നും പ്രവഹിച്ച അഗ്നിസ്ഫുലിംഗങ്ങൾ 6 ദിവ്യരൂപങ്ങൾ പൂണ്ടു വിളങ്ങി. ഭഗവാൻ ആ ഷഡ് ജീവജ്യോതിസുകൾ അഗ്നിദേവനും വായുദേവനും നൽകി. എന്നിട്ട് അവയെ ഗംഗയിൽ നിക്ഷേപിക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ അഗ്നിദേവനും വായുദേവനും കൂടി സംഹാരമൂർത്തിയുടെ ആജ്ഞ ശിരസാ വഹിച്ച് അഗ്നിജ്യോതസ്സുകളെ ഗംഗാനദിയിൽ എത്തിച്ചു. അപ്പോഴും അഗ്നി കെട്ടടങ്ങിയിരുന്നില്ല. ഗംഗാജലമാകട്ടെ തിളച്ചു. വെള്ളം ചുട്ടുപൊള്ളി. ഗംഗാദേവി ഓളങ്ങളാൽ ആ പരബ്രഹ്മ ജ്യോതിസുകളെ താലോലിച്ച് ശരവണ പൊയ്കയിൽ എത്തിച്ചു. ദിവ്യപ്രകാശത്തിൽ പൊയ്കയാകെ വിളങ്ങി. ശ്രീ മുരുകൻ അവതരിച്ചു. വാർത്ത 7 ലോകങ്ങളിലും പരന്നു. ദേവകൾ ആനന്ദ നടനമാടി. പൂമഴ ചൊരിഞ്ഞു. ദേവവാദ്യങ്ങൾ മുഴങ്ങി. അപ്സരസുകളാവട്ടെ നൃത്തം ചെയ്തു. മഹർഷിമാർ ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ ഇതൊക്കെ ആയപ്പോഴത്തേക്കും അസുരലോകം നടുങ്ങി. സർവത്ര ദുർനിമിത്തങ്ങളാണ് ഈ അസുരലോകത്ത് ഉണ്ടായത്. കൊടിക്കൂറകൾ പൊട്ടി വീണു. കൊട്ടാരങ്ങൾ നിലംപതിച്ചു. ശൂരപത്മാസുരൻ്റെ സിംഹാസനം വരെ കുലുങ്ങി. ശരവണപ്പൊയ്കയിലെ ചെന്താമര പൂവ്. ആരാണതിൽ മരുവുന്നത്? അറിവിൻ്റെ മുത്തായ ജ്ഞാനസ്വരൂപൻ. 6 മുഖങ്ങളുള്ള ശ്രീ മുരുകൻ. ഭഗവാൻ സർവർക്കും അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞ് വർത്തിച്ചു. ദേവന്മാർ സന്തോഷിച്ചു. കൈലാസനാഥൻ ശരവണപ്പൊയ്കയിലേക്ക് ഇറങ്ങി വന്നതും താമരപ്പൂവിൽ കുടികൊണ്ടതും ശൂരപത്മാസുര നിഗ്രഹത്തിനാണ്. ദേവന്മാർക്ക് ആ രഹസ്യമറിയാം. ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ദേവേന്ദ്രനുമെല്ലാം ശരവണനെ ദർശിക്കാൻ ഓടിയെത്തി. കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറേ ആയിരിക്കുന്നു. ശിശു വേഗം വളരേണ്ടതുമുണ്ട്. വളർച്ചയ്ക്ക് വേഗത കൂടണമെങ്കിൽ കുഞ്ഞിന് പാല് കൊടുക്കണ്ടേ? ആര് പാല് കൊടുക്കും? മഹാദേവന് പിറന്നതാണെന്ന് ആരും അറിയുകയും അരുത്. ദേവന്മാർ കൂടി ആലോചിച്ച് അതിന് വഴി കണ്ടെത്തി. അങ്ങനെ കൃത്തിക അംഗമാരെ വിളിച്ചു വരുത്തി. അവർ 6 അമ്മമാർ ഉണ്ടായിരുന്നു. മുരുകദേവന് 6 തലകൾ ഉള്ളതിനാൽ 6 അമ്മമാരാകണം പാലൂട്ടുന്നത്. അങ്ങനെ കൃത്തികമാർ 6 പേരും ശരവണപ്പൊയ്കയുടെ ചുറ്റും നിന്നു. അവർ ചെന്താമരപ്പൂവിനുള്ളിൽ മന്ദസ്മിതം തൂകുന്ന ശിശുവിനെ കൺകുളിർക്കെ കണ്ടു.
അതാ പാർവതി ദേവി അപ്പോഴത്തേക്കും ഓടി വരുന്നു. ശിവശക്തി കുമാരനാണെങ്കിലും പാലൂട്ടി വളർത്താനുള്ള ഭാഗ്യം പാർവതി ദേവിക്കുണ്ടായില്ല. അതിന് വളർത്തമ്മമാരെ തേടേണ്ടി വന്നിരിക്കുന്നു. പാർവതിയിലെ മാതൃഭാവം ഉണർന്നു. എന്നിട്ട് താൻ തന്നെയാണ് കുഞ്ഞിന് ആദ്യം മുലയൂട്ടേണ്ടതെന്ന് പാർവതിയുടെ മനസ്സ് മന്ത്രിച്ചു. ദേവി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി പാലൂട്ടി. ജ്ഞാനാമൃതം കുടിച്ച് കുഞ്ഞ് അമ്മയെ നോക്കി തൊണ്ടകൾ കാട്ടി ചിരിച്ചു. ദേവി കുഞ്ഞിനെ വാരിപ്പുണർന്ന് പാലൂട്ടി വളർത്താൻ കൃത്തികമാർക്ക് നൽകി. അങ്ങനെ ഈ കൃത്തികമാർ 6 പേര് തമ്മിൽ തർക്കം തുടങ്ങി. എന്തിനാണെന്നോ, കോമളകുമാരനെ ആരാദ്യം എടുക്കും, ആരാദ്യം പാല് കൊടുക്കും. മത്സരം മൂത്തപ്പോൾ മുരുകദേവൻ തന്നെ മായാരൂപം പൂണ്ട് അതിന് പ്രതിവിധി കണ്ടെത്തി. 6 പേരുടെ മടിയിലും 6 ശിശുക്കൾ. എല്ലാവർക്കും ഒരേ സമയത്ത് പാലൂട്ടാം, ഉറക്കാം, കുളിപ്പിക്കാം. മുരുകന്റെ മായാവിലാസങ്ങൾ കണ്ട് കൈലാസനാഥനും പാർവതിയും സന്തോഷത്തിലാണ്ടു. കൃത്തികമാർ ഭഗവാനെ പാലൂട്ടി വാരിപ്പുണർന്നു, മുത്തങ്ങൾ നൽകി ആനന്ദിച്ചു. കൃത്തികമാരുടെ താരാട്ട് പാട്ട് കേട്ട് മുരുകദേവൻ ഉറങ്ങി. കുഞ്ഞ് വളർന്നു കഴിഞ്ഞപ്പോൾ കൃത്തികകൾ ആകാശത്തിലേക്കുയർന്ന് അപ്രത്യക്ഷരായി. കാർത്തിക നക്ഷത്ര സമൂഹമായി അറിയപ്പെടുന്നത് അവരാണത്രേ. ഈ കൃത്തികമംഗമാർ എന്നും ശരവണ പൊയ്കയിലേക്ക് നോക്കി മുരുകനെ സ്മരിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. കിളികളുടെ നാദം കുഞ്ഞിൻ്റെ ചുണ്ടിൽ നിന്ന് ഉതിർന്നു വീണതാണോ എന്ന് തോന്നിപ്പോകും. തൊണ്ണമർത്തിയുള്ള കുട്ടിക്കുറുമ്പൻ്റെ കടി ഏതൊരമ്മയ്ക്കാണ് അനുഭൂതി നൽകാത്തത്? ഒരിക്കൽ കുഞ്ഞ് കടിച്ചപ്പോൾ ഒരമ്മ അവനെ പിടിച്ചു മാറ്റി. കുഞ്ഞിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൻ ഉറക്കം നടിച്ചു കിടന്നു. എത്ര ഉമ്മ വെച്ചിട്ടും കണ്ണു തുറന്നില്ല. അമ്മയ്ക്ക് ആവലാതിയായി. വീണ്ടും അമ്മ മാറോടണച്ചപ്പോൾ കുഞ്ഞ് മോണ കാട്ടി ചിരിച്ചു പറ്റിച്ചേ എന്ന മട്ടിൽ. കുഞ്ഞിൻ്റെ മായാവിലാസം അമ്മമാരെ ഭയപ്പെടുത്തിയ സംഭവങ്ങളും ഏറെയാണ്. പിന്നെ ഒരു ദിവസം കുഞ്ഞിനെ പാലൂട്ടി താമരപ്പൂവിൽ കിടത്തി ഉറക്കിയതാണ്. ഒന്ന് തിരിഞ്ഞപ്പോൾ കുഞ്ഞതാ ഒരു താമരപ്പൂവിൽ നിന്ന് മറ്റൊന്നിലേക്ക് അടിവെച്ച് നടന്നു പോകുന്നു. അയ്യോ, വീണുപോയോ, കുഞ്ഞിനെ കാണാതായല്ലോ. താമരപ്പൂവിൽ അവൻ ഒളിച്ചത് അമ്മമാർ കണ്ടില്ല. അമ്മമാർ കൂട്ടക്കരച്ചിൽ തുടങ്ങി. എന്തൊരത്ഭുതം! കുഞ്ഞ് താമരപ്പൂവിൽ കയറി നിന്ന് പൊട്ടിച്ചിരിക്കുന്നു. അമ്മമാർ ഓടി അടുത്തെത്തി കുഞ്ഞിനെ ലാളിച്ചു. പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോനെ എന്നവർ പറഞ്ഞു. അറുമുഖൻ്റെ കുസൃതികൾ കാർത്തിക നക്ഷത്ര സമൂഹം ഓർക്കുന്നുണ്ടാവണം. കൈലാസത്തിൽ മടങ്ങിയെത്തി പരമശിവൻ ശാന്തനായി മരുവുമ്പോൾ പാർവതീദേവി അടുത്തു ചെന്നു. അഗ്നി പടർന്നപ്പോൾ തൻ്റെ കാൽ ചിലമ്പുകളിലെ രത്നങ്ങൾ എവിടെ പോയെന്ന് ആരായാനാണ് വരവ്. ചിലമ്പ് ഉടഞ്ഞത് മാത്രമേ പാർവതിക്ക് ഓർമ്മയുള്ളൂ. ആ ദിവ്യ നവരത്നങ്ങളിൽ ദേവിയുടെ അംശങ്ങളുണ്ട്. ദേവിയുടെ രൂപസാദൃശ്യത്തിൽ നവരത്നങ്ങൾ നവശക്തികളായി അവതരിച്ചു. പരമശിവൻ ആ ശക്തി ദേവതകളെ അനുഗ്രഹിച്ചു. അവർക്കുണ്ടായ പുത്രന്മാർ ആയുധധാരികളായി ശിവപാർവതിമാരെ വന്ദിച്ചു. മഹാദേവൻ അവരോട് മുരുകദേവന്റെ ആജ്ഞാനുവർത്തികളാകാൻ കൽപ്പിച്ചു. അവരാണ് വീരബാഹു, വീരകേസരി, വീരധീരൻ, വീരാന്തകൻ, വീരാർക്കൻ, വീരമാർത്താണ്ഡൻ, വീരപുരന്തൻ, വീരമഹേശ്വരൻ, വീരമഹേന്ദ്രൻ എന്നിവരായിരുന്നു ആ 9 പരാക്രമികൾ. അങ്ങനെ മുരുകനോടൊപ്പം അസുരന്മാരോട് പോരാടുമ്പോൾ ജീവഹാനി ഉണ്ടാകാതിരിക്കാൻ ഈ 9 പേർക്കും ദേവി പാർവതി ശക്തി കവചങ്ങൾ നൽകി അനുഗ്രഹിച്ചു. മുരുക ഭഗവാനും സഹായികളും ശക്തരായെന്ന് ബോധ്യമായപ്പോൾ പരമശിവനൊരു മോഹം. മുരുകനെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. മഹേശ്വരൻ്റെ ആഗ്രഹം അറിഞ്ഞപ്പോൾ പാർവതി ദേവിക്കും സന്തോഷമായി. അങ്ങനെ ശിവനും പാർവതിയും ശരവണ പൊയ്കയിലേക്ക് തിരിച്ചു. ശരവണ പൊയ്ക 1000 സൂര്യന്മാർ ഒരുമിച്ചുദിച്ച ശോഭയിൽ ഉജ്ജ്വലിച്ചു. കുഞ്ഞോളങ്ങൾക്കൊപ്പം കാലിളക്കി മന്ദഹസിച്ച് ശ്രീമുരുകൻ. മാതാപിതാക്കൾ ഓമനപുത്രനെ കൺകുളിർക്കെ കണ്ടു. എന്നിട്ട് പാർവതി ദേവി പൊയ്കയിലേക്ക് ഇറങ്ങി താമരപ്പൂവിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് മാറോടണച്ചു. 6 ശിരസ്സുകളുള്ള കുഞ്ഞ് സ്കന്ദൻ എന്ന പേരിൽ അറിയപ്പെട്ടു. മുൻപ് പാർവതീദേവി നൽകിയ ജ്ഞാനപ്പാൽ പുത്രനെ അപാര ജ്ഞാനിയാക്കി തീർത്തിരുന്നു. ശിവനും ശക്തിയും നടുവിൽ മുരുകനും. സർവരും കൈകൂപ്പി നിന്നു. അച്ഛനമ്മമാർ പുത്രനെ ഓമനിക്കുന്നത് കണ്ട് ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു. അപ്സരസുകൾ നൃത്തം ചെയ്തു. മാമുനിമാർ വാഴ്ത്തി സ്തുതിച്ചു. അങ്ങനെ എല്ലാവരും കൈലാസത്തിലേക്ക് യാത്ര തിരിക്കാൻ തുടങ്ങി. അതാ 6 മുനികുമാരന്മാർ വരുന്നു. ശരവണ പൊയ്കയിൽ നിന്ന് കയറി വന്ന ശിവനെയും പാർവതിയെയും മുരുകനെയും അവർ വന്ദിച്ചു.
അവർ പരാശര മുനിയുടെ മക്കളാണ്. മുനികുമാരന്മാർ കുട്ടിക്കാലത്ത് ഗംഗയിൽ നീരാടി കളിക്കുമ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളെ കൊന്നു അത്രേ. വിവരമറിഞ്ഞപ്പോൾ മുനി കുപിതനായി മക്കളെ ശപിച്ചു. അവർ മത്സ്യങ്ങളായി തീർന്നു. ശരവണ പൊയ്കയിൽ ശാപമോക്ഷം കാത്ത് മുരുകാവതാരം കാലം വരെ ഇങ്ങനെ കഴിച്ചു കൂട്ടുകയായിരുന്നു. അങ്ങനെ എല്ലാവരും സസന്തോഷം കൈലാസത്തിൽ എത്തിച്ചേർന്നു. മഹാദേവൻ വീണ്ടും ധ്യാനനിഷ്ഠയിലമർന്നു. കൈലാസത്തിലെ ഏകാന്തതയ്ക്കും നിശബ്ദതയ്ക്കും കുഞ്ഞിൻ്റെ വരവോടെ ഭംഗം സംഭവിച്ചു. ബാലലീലകൾ കാട്ടി മുരുകൻ സർവരെയും ആഹ്ലാദത്തിലേക്ക് ആഴ്ത്തി. അപ്പോൾ മുരുക ഭഗവാന്റെ കഥ കുട്ടികൾക്ക് പറഞ്ഞെടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക.